എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതെനിക്കറിയണം. പറയാം, എല്ലാം തുറന്നു പറയാം. നീ ഞങ്ങളുടെ മകനല്ലേ? നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണ് ഒളിപ്പിക്കാനുള്ളത്? അല്ലെങ്കിലും ഇതെല്ലാം നീ അറിയേണ്ടത് തന്നെയാ മോനെ. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. നിനക്കറിയാലോ, നിന്റെ അച്ഛൻ ഇവിടെ എന്ത് സ്ഥാനാ ഉള്ളത്? വീട്ടിലും അച്ഛൻ അറിയിക്കുന്ന സ്ഥാനമില്ല, ഓഫീസിലും ഇല്ല. ഇവിടെയുള്ള എല്ലാ അവകാശവും അധികാരം മഹിയേട്ടനും ജാനകിയേട്ടത്തിക്കും അവരുടെ മക്കൾക്കും മരുമക്കൾക്കും മാത്രമാണ്. നിന്നെ, നിന്റെ അച്ഛനെ, എന്നെയൊക്കെ ഇവിടെ വെറും രണ്ടാം തരക്കാരായിട്ടാ കാണുന്നത്. പിന്നെ നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ സത്യത്തിൽ നിനക്കിവിടെ ഒരു രണ്ടാം തരക്കാരന്റെ സ്ഥാനം പോലും ഇല്ല. ഉണ്ടോ? നീ തന്നെ ഒന്ന് ചിന്തിക്കേ. സിദ്ധുവിനും ഋഷിക്കും മാത്രമാണ് ഇവിടെ പരിഗണന. നീ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വെറുതെ കൂടെ നടക്കുന്നു. ഇങ്ങനെ നടന്നാ ഒടുവിൽ നീ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. നിന്നെ എല്ലാവരും ചേർന്ന് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കും. നീ ഞങ്ങളെ മനസ്സിലാക്കണം. നീ ഞങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ നീ ഈ വീട്ടിൽ ഒറ്റപ്പെടും. ആരാരും ഇല്ലാത്ത അവസ്ഥയിൽ നീ ഇവിടെ തനിച്ചാവും. നിന്നെ ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് ഒതുക്കി നിർത്തും. നീ അത് ഓർത്തോ. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മോനുണ്ടാൻ പാടില്ല. അതുകൊണ്ടാ അച്ഛനും അമ്മയും ഈ റിസ്ക് എടുക്കുന്നേ. എന്റെ ചേട്ടനും അമ്മയെല്ലാം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാ. ഒന്നും പ്രതീക്ഷിക്കാത്ത എല്ലാ ജോലികളും ഞാൻ ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ടാ ഇന്നെനിക്ക് ഗതിയുണ്ടായത്. നാളെ അത് നിനക്കുണ്ടാവരുത്. പൊന്നാരം തോട്ടത്താരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അർഹമായ സ്ഥാനം എന്ന് നിനക്കുണ്ടാവണം. ആ സ്ഥാനം നിനക്ക് നേടിത്തരാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഈ പെൻഡ്രൈവ് ഞാൻ ഓഫീസിൽ നിന്ന് തട്ടിയെടുത്തതും നിനക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഞാനിത് പരിശോധിച്ചു. നമുക്ക് സഹായകമായ തരത്തിൽ ഒന്നും തന്നെ ഈ പെൻഡ്രൈവിൽ ഇല്ല. അതുകൊണ്ടാ ഇത് നശിപ്പിക്കാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ നശിപ്പിച്ചേക്കാം.